രേണു, നീ ആരോട് ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത്? ഇതെന്റെ പുതിയ ഫ്രണ്ടാ, ഒരു പാവം കുട്ടി. എന്താ കുട്ടിയുടെ പേര്? സ്റ്റുവർട്ട്. ഓ, അപ്പോൾ അതൊരു ആൺകുട്ടിയാണല്ലോ. അതെ, അതിനെന്താ കുഴപ്പം? നല്ല മിടുക്കൻ കുട്ടിയാ. അത് നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം, അവന്റെ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ അറിയാം. ആട്ടെ, നിനക്കെങ്ങനെയാ സ്റ്റുവർട്ടുമായി പരിചയം? അപ്രതീക്ഷിതമായി എന്റെ മൊബൈലിൽ വന്നൊരു മിസ്ഡ് കോളാ. അങ്ങനെയാ തുടക്കം. പിന്നെ എന്തായി? ഞാൻ പിന്നെ അവനെ ഫേസ്ബുക്കിലൂടെ കണ്ടു. ഒരു പാവം വിദ്യാർത്ഥി. സാറ് പറഞ്ഞത് ഫേസ്ബുക്കിലൂടെയും മിസ് കോളിലൂടെയും ഉള്ള സൗഹൃദങ്ങൾ അപകടമാണെന്നാ. ഓ, അതൊക്കെ നിന്റെ വെറും തോന്നലുകളാ. ഓ ചമ്പു, എനിക്ക് നിന്നെ പോലെ പരസ്യമായി ഓടി നടക്കാൻ പറ്റില്ല. വല്ലവരും കണ്ടാ? ഓ, എനിക്കും അതേ ചങ്ങാതി, അതാണ് അവസ്ഥ. പിന്നെ മാത്യു ഇന്നലെ നമ്മളെ സുരക്ഷിതമായി കൊണ്ടു നടക്കാനുള്ള മാർഗം കണ്ടെത്താമെന്ന് പറഞ്ഞത് എന്താ? ഓ, എനിക്കത് ഓർമ്മയുണ്ട്. ഒരു ബാഗ് പോലത്തെ സാധനമാണ്. എന്തു നല്ല കൂട്ടുകാരാ ഈ മാത്യുവും ജോളിയും ഒക്കെ, അല്ലേ ചമ്പു? അതെ അതെ, അത് പിന്നെ പ്രത്യേകം പറയണോ? നല്ല സ്നേഹമല്ലേ അവർക്ക് നമ്മളോട്. ആ അതെ, നല്ല കൂട്ടുകാരാ അവര്. മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ നമ്മളെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിന്നെ കണ്ടെത്താൻ കഴിയുമെന്ന്. ആ, വളരെ ബുദ്ധിമുട്ടി. എന്തായാലും അവരുടെ സഹായത്തോടെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞല്ലോ. ഭാഗ്യം. ദീപു, നമ്മുടെ രേണുകയും ജോളിയും പോയിട്ട് കുറെ നേരമായല്ലോ. രേണുകയ്ക്ക് ഏത് നേരവും മൊബൈൽ സല്ലാപമാ. അത് ശരിയാ, ഏതു സമയവും അവൾക്കൊരു സ്റ്റുവർട്ടിന്റെ കാര്യം പറയാനേ നേരമുള്ളൂ. ഏത് സ്റ്റുവർട്ട്? ആ, ആർക്കറിയാം. പാവം രേണുക, അവൾ വല്ല അപകടത്തിൽ പെടുമോ ആവോ? ഒരിക്കലുമില്ല, രേണുകയാള് മിടുക്കിയ. ആ, അത് ശരിയാ. എന്താ മോട്ടുവിന്റെ അഭിപ്രായം? അത് ശരിയാ, രേണുക മിടുക്കിയാ. ആർക്കും അവളെ പറ്റിക്കാൻ പറ്റില്ല. ജോളി, നീ കണ്ടില്ലേ ഈ കുട്ടിയെ? കാണുമ്പോ തന്നെ അറിയാം ആളൊരു പാവമാണെന്ന്. എനിക്കെന്തോ അത്ര വിശ്വാസമില്ല. ഇതിലെന്തോ ചതിയുണ്ട്. ഓ, അല്ലെങ്കിൽ നിനക്ക് എന്ത് കണ്ടാലും ഒരു വിമർശനമാ, യാതൊരു ആവശ്യവുമില്ലാതെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ നിർത്തിയാക്കാം. എന്താ? ജോളി, അവനൊരു അനാഥനാ. പേരൻസ് ഒക്കെ നേരത്തെ മരിച്ചുപോയി. അത് പറഞ്ഞപ്പോൾ എനിക്ക് അവനോടൊരു സഹതാപമാ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഒന്നും നീ കണ്ണടച്ച് വിശ്വസിക്കേണ്ട. എനിക്കെന്തോ ഇതിലൊന്നും അത്ര താല്പര്യം തോന്നുന്നില്ല. ഓ, ഇതൊക്കെ നിന്റെ വെറും തോന്നലാ, അല്ലാതെ ഇതിലൊരു കുഴപ്പവുമില്ല. രേണു, ഞാൻ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു. നിനക്കെന്തു പറ്റി? വല്ലാത്ത മൂഡൌട്ട്. ഓ, അതൊക്കെ മാത്യുവിന്റെ വെറും തോന്നലുകളാ, ഒരു കുഴപ്പവുമില്ല. ജോളി പറഞ്ഞല്ലോ ഏതു സമയവും നീ മൊബൈലിൽ സംസാരിക്കുകയാണെന്ന്. ഓ, അത് എന്റെ ഒരു ഫ്രണ്ട് സ്റ്റുവർട്ടാ. ആരായി സ്റ്റുവർട്ട്? ഓ, അതൊരു പാവം പയ്യനാ, ഒരു അനാഥൻ. അപ്രതീക്ഷിതമായി പരിചയപ്പെട്ടതാ. ശരി, അവസാനം മിസ് കോൾ ആയി വന്ന് ജീവിതം മിസ്സാകരുത്. അതൊന്നുമില്ല മാത്യു, നീ വെറുതെ പേടിക്കണ്ട. ഒരിക്കലുമില്ല. ഹോ, സമയം ഒരുപാടായി. ഇനി നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം. വാ, എല്ലാരും കാത്തിരിക്കുകയാണ്. വാ. നല്ല പഴം. നിനക്കിത് എവിടുന്ന് കിട്ടിയ സുന്ദരി?
ചെമ്പു, നമ്മുടെ ചെമ്പങ്കരടി എവിടെ പോയി? കാണാനില്ലല്ലോ. ഓ, അവൻ നല്ല ഉറക്കമാ. ഞാൻ അവനെ വിളിച്ചുണർത്താൻ പോയില്ല. ഇപ്പൊ എന്തായാലും നല്ല രസമാ. സമയം പോകുന്നത് അറിയുന്നതേ ഇല്ല. അല്ലേ മോട്ടു? അത് പിന്നെ പറയണോ? നല്ല രസമുള്ള ജീവിതമല്ലേ, നല്ല രസം. അന്നത്തെ കറക്കത്തിന് ശേഷം മാത്യുവിനെ കണ്ടിട്ട് കുറച്ചു ദിവസമായി. അല്ലേ മോട്ടു? അത് ശരിയാ. മാത്യുവിനെയും ജോളിയെയും ദിവസം കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാ, അല്ലേ സുന്ദരി? അത് ശരിയാ, നല്ല കൂട്ടുകാർ. ഇങ്ങനെയും മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ലവരുണ്ടല്ലോ. നമുക്ക് ഒന്ന് അന്വേഷിച്ചാലോ? അത് ശരിയാ, അവരെവിടെയാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. നമ്മൾ സ്ഥിരം കാണാറുള്ള ആ മരച്ചുവട്ടിൽ ഒരുപക്ഷേ അവരെ അവിടെ കണ്ടാലോ? അത് ശരിയാ, അവരവിടെ തന്നെ കാണും. നമുക്കൊന്ന് പോയി നോക്കിയാലോ? സുന്ദരി, ഒരു കാര്യം ചെയ്യ്, ആദ്യം നീ പോയി നോക്കിയിട്ട് വാ, പിന്നീട് ഞങ്ങൾ വരാം. അതാ നല്ലത്. ഞാൻ പോയി നോക്കിയിട്ട് ഉടനെ വരാം. നിങ്ങൾ ഇവിടെ ഇരിക്കു കേട്ടോ. ശരി. രേണുകേ, മാഷ് ഇങ്ങോട്ട് ഇപ്പം വരും. നീ അല്പം വെയിറ്റ് ചെയ്യ്. എനിക്ക് വല്ലാത്തൊരു വിഷമം, മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ. നിനക്ക് എന്തു പറ്റി? സ്റ്റുവേർട്ടിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല, സ്വിച്ച് ഓഫാ. ഞാൻ വല്ലാതെ തളർന്നു. എനിക്ക് അവനെ കാണണം. പ്ലീസ്, നീ കരയാതെ. ദേ മാഷ് വരുന്നുണ്ട്. അല്ല, ജോളിയും രേണുകയുണ്ടല്ലോ. രേണുകയ്ക്ക് എന്താ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? മാഷേ, അത് ഞാൻ പറയാം മാഷേ. ഇവൾക്ക് എപ്പോഴും ഫോൺ വിളിയാ. എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറാണ്. മൊബൈൽ ഫോണിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതെങ്ങനെയാണ് മാഷേ? കുഞ്ഞുങ്ങളെ, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. മൊബൈൽ ടവറുകളിൽ നിന്നും സെൽഫോണുകളിൽ നിന്നും പുറപ്പെടുന്ന റേഡിയോ ഫ്രീക്വൻസി സൂക്ഷ്മതരംഗങ്ങൾ മനുഷ്യകോശങ്ങളുടെ വിനാശത്തിന് കാരണമാകുന്നു. മിന്നൽ പിണർ പോലെയുള്ള സെൽഫോൺ ഇടുപ്പുകൾ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു. തലവേദന, തളർച്ച തുടങ്ങിയ അവസ്ഥ മൊബൈൽ ഫോൺ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടായേക്കാം. അയ്യോ, അത് കേട്ടിട്ട് തന്നെ പേടിയാകുന്നു. ഈ വിവരവിജ്ഞാന യുഗത്തിൽ ഇതൊക്കെ അത്യാവശ്യമാണ്. പക്ഷേ അതിന്റെ ദുരുപയോഗം നമ്മളെ തകർക്കും. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. വളരെ ഉപകാരം മാഷേ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെയാകട്ടെ മാഷേ. ഓ, ഇത് സ്റ്റുവേർട്ടാണ്. സ്റ്റുവേർട്ട്, എടുക്ക്. എവിടെയാണെന്ന് ചോദിക്കേ. മെസ്സേജ് അയച്ചിരിക്കുകയാണ്. എന്ത്? നാളെ രാവിലെ 10 മണിക്ക് മരക്കൂട്ടത്തിനടുത്തുള്ള മാവിൻ ചോട്ടിൽ ചെല്ലാൻ. എന്തിന്? അതറിയില്ല. നീ ചെല്ലാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കി. അത് വലിയ അപകടമാകും. നീ അയക്കി. നമുക്ക് സ്റ്റുവർട്ടിനെ കാണാലോ. അത് കൂടുതൽ പ്രശ്നമാകും. അതെന്താ? കൂടെ ആരും വരരുത്, ഒറ്റയ്ക്ക് മാത്രമേ വരാവൂ എന്ന് സ്റ്റുവർട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് ചതിയാണ്. ശരി, ഒരു കാര്യം ചെയ്. ഞങ്ങളില്ലേ കൂടെ. നീ ധൈര്യമായിട്ട് പോയിക്കോ. ധൈര്യമായിട്ടിരിക്കി. ഞങ്ങളുണ്ട് നിന്റെ കൂടെ. നിനക്കൊന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കി. ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ. എനിക്ക് പേടിയാകുന്നു. അതിന് നീ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ. എന്റെ കുറെ ഫോട്ടോ ഞാൻ അവന് അയച്ചു കൊടുത്തു. അതിന്? അത് മറ്റാരോടെങ്കിലും പറഞ്ഞാൽ അവനത് മോർഫ് ചെയ്ത് മാറ്റുമെന്ന് പറഞ്ഞു. ശരി, നീ നാളെ അവിടേക്ക് പോകുന്നു. എനിക്ക് വയ്യ. ഞാൻ അങ്ങോട്ട് പോവില്ല. എനിക്ക് പേടിയാവും. നീ ധൈര്യമായിട്ടിരിക്കെ. ഞങ്ങളില്ലേ കൂടെ. നിനക്കൊന്നും സംഭവിക്കില്ല. ഞങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ജോളി പറഞ്ഞ പോലെ നമ്മളെല്ലാവരും റെഡിയാണ്. എന്താണ് അഭിപ്രായം? നിങ്ങൾ അവനെ കാണിച്ചു തന്നാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു.
ഞങ്ങൾ സിഗ്നൽ തരും. സ്റ്റുവർട്ട് വരുമ്പോൾ നിങ്ങൾ ചാടി വീഴണം. ആ, രേണുക സ്റ്റുവർട്ടുമായി സംസാരിക്കും. അന്നേരമാണ് നിങ്ങളുടെ സേവനം വേണ്ടത്. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യാൻ ഞാൻ തയ്യാറാ. നിങ്ങളാണ് എന്റെ കൂട്ടുകാർ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ പോയി ഒളിച്ചോളൂ. സ്റ്റുവർട്ട് വരാൻ സമയമായി. നമ്മൾ രേണുകയെ പിന്തുടരുന്ന കാര്യം ഒരു കാരണവശാലും അവൾ അറിയരുത്. ഒരു കാരണവശാലും സ്റ്റുവർട്ട് രക്ഷപ്പെടരുത്. നമ്മുടെ ദീപവും അവരുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ അവനെ വളഞ്ഞു കഴിഞ്ഞു. ശരി, ഇനി നമുക്ക് ജോലി തുടങ്ങാം. ഞങ്ങൾ ഇവിടെ ഇരിക്കും. സ്റ്റുവർട്ടും രേണുവും കൂടി സംസാരം തുടങ്ങി കഴിയുമ്പോൾ ഞാൻ സിഗ്നൽ തരും. അപ്പോഴേക്കും ഞാൻ ചാടി വീഴും. പിന്നെ അവന്റെ കാര്യം പോക്കാ.